ഹേയ്, അസ്സലാമു അലൈക്കും. എനിക്കും നിങ്ങൾക്കൊക്കെ മുൻപ് അല്ലാഹു സുബ്ഹാനഹു തആല ഒരാണിനെയും ഒരു പെണ്ണിനെയും സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ആ ഒരു വിലക്കപ്പെട്ട പഴം കഴിച്ചതോടുകൂടെ അവർ ദുനിയാവില് സെപ്പറേറ്റ് ആയി. രണ്ടാളും രണ്ടറ്റത്തായി. അവരെ രണ്ടാളുടെയും മനസ്സ് അതികഠിനമായ വേദനയിലായിരുന്നു. കുറ്റബോധവും പശ്ചാത്താപവും എല്ലാം രണ്ടുപേരുടെയും മനസ്സിലേക്ക് വന്നു. അവർ രണ്ടുപേരും തമ്മിൽ കാണാൻ വേണ്ടിയിട്ട്, തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തെരച്ചിലായിരുന്നു. അങ്ങനെ തെരഞ്ഞ് അവർ കണ്ടുമുട്ടി. ഒരു മലയിലായിരുന്നു അവരുടെ കൂട്ടിമുട്ടൽ. അറഫ എന്നായിരുന്നു ആ മലന്റെ പേര്. ഈ ഒരു മലയ്ക്കകത്ത് വെച്ച് അവർ ഇരുവരുടെയും ഹൃദയം തിരിച്ചറിഞ്ഞു. അറഫ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തിരിച്ചറിയലാണ്. സോ അറഫ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കാണ്. അള്ളാഹു വീണ്ടും കൂട്ടിമുട്ടിപ്പിക്കും, പൊറത്തു വരും. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഹൃദയം എവിടെയാണോ ബിലോങ് ചെയ്തത്, അതെവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, അവിടെ നിങ്ങളുടെ ഹൃദയം എത്തിച്ചേർന്നിരിക്കും. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ. അതിൽ ഹജ്ജ് ഉണ്ടാവും, പെരുന്നാൾ ഉണ്ടാവും, ബലികർമ്മങ്ങൾ ഉണ്ടാവും, ആൻഡ് ഓൾസോ നോമ്പുണ്ട്. ഒരുവിധം എല്ലാ പുണ്യകർമ്മങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു മാസമാണ് ദുൽഹിജ്ജ. സോ ഈ പുണ്യമേറിയ മാസത്തിൽ എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം, നമുക്ക് എങ്ങനെ സ്വയം മാറാൻ പറ്റും എന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റത്തെ ടിപ്പാണ് തൗബ. നമ്മൾ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യാന്നുള്ളത്. നമ്മുടെ ഹൃദയം കൊണ്ട് ആരംഭിക്കുക, അതിനെ നമ്മൾ ശുദ്ധീകരിക്കുക, നമ്മൾ അള്ളാഹുവിനോട് കരയുക. ജസ്റ്റ് എങ്ങനെയാണോ നമ്മുടെ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീബി അലൈഹിസ്സലാമും അള്ളാഹുവിനോട് പൊരുത്തത്തിനായി എങ്ങനെയാണോ കരഞ്ഞത്, അതേപോലെ നമ്മളും കരയുക. നമ്മൾ ഈ ഒരു ജേർണി സ്റ്റാർട്ടാക്കുമ്പോൾ നമ്മളെ ഹൃദയം ശുദ്ധീകരിച്ച് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്തോ പുതിയൊരു കാര്യം എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് തോന്നും. സോ ഫസ്റ്റിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പൊരുത്തം ചോദിക്കുക. നമ്മൾ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾക്ക് വേണ്ടി നമ്മൾ മാപ്പ് ചോദിക്കുക. ഇനി രണ്ടാമത്തേതാണ് ഫാസ്റ്റിംഗ്, നോമ്പെടുക്കാന്നുള്ളത്. നമുക്ക് എത്ര ദിവസം നമുക്ക് നോമ്പെടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ നോമ്പെടുക്കുക. എസ്പെഷ്യലി നമ്മൾ അറഫ ദിനത്തിൽ നോമ്പെടുക്കണം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ അറഫ ദിനത്തിൽ നോമ്പെടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തു പോയ പാപങ്ങളും ഇനി വരാനിരിക്കുന്ന വർഷത്തിലെ പാപവും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പൊരുത്തപ്പെടും എന്നുള്ളത്. നെക്സ്റ്റ് ആണ് കൂടുതൽ നിസ്കാരം. എക്സ്ട്രാ ആയിട്ട് നമ്മൾ നിസ്കരിക്കുക എന്നുള്ളത്. നമ്മൾ സുബൈക്ക് മുന്നേയും ഇശാക്ക് ശേഷം ജസ്റ്റ് ഒരു 2 റക്അത്തും കൂടെ ആഡ് ചെയ്യുക. ഇത് വളരെ ചെറിയ കാര്യം തോന്നിയേക്കാം, പക്ഷേ ഈ ഒരു 10 ദിവസത്തിനകത്തിന് അതിന് നല്ല കൂലിയുണ്ട്, നല്ല ഭാരമുണ്ട്. സോ പറ്റുമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ടും കൂടെ നിസ്കരിക്കുക. അതിനുള്ള പ്രതിഫലം എന്തായാലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ എല്ലാ ദിവസവും അറഫ ദിനത്തിൽ നമ്മൾ എങ്ങനെയാണോ ദുആ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ദുആ ചെയ്യുക. കാരണം നാളെ എന്ന് പറയുന്നത് നമുക്ക് പ്രോമിസ് ചെയ്തിട്ടില്ല. നമ്മൾ നാളെ ജീവിച്ചിരിക്കുമെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ ദ്വാരിക്കുമ്പോൾ നമ്മൾ വെറുതെ ചോദിക്കരുത് അള്ളാഹുവിനോട്. നമ്മളത് ഫീലോടുകൂടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നിങ്ങൾ ഇഷ്ടമുള്ള പേരിൽ നിങ്ങൾക്ക് ദുആ ചെയ്യാം, സ്വർഗത്തിന് വേണ്ടി നിങ്ങൾക്ക് ദുആ ചെയ്യാം. അങ്ങനെ ഒരുപാടുണ്ടല്ലേ. സോ ദുആ ചെയ്യാൻ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വെക്കുക. നെക്സ്റ്റ് ആണ് ഡെയിലി ഖുർആൻ ഓതാന്നുള്ളത്. എത്രത്തോളം നമുക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ അത്രയും നമ്മൾ ഓതുക. ഞാനിത് പറയുന്നത് അതിന് ഒരുപാട് കൂലിയുള്ളതുകൊണ്ടാണ്. സോ നമ്മൾ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. നമുക്ക് അറഫ ദിനത്തിന്റെ പവറിനെ കുറിച്ച് സംസാരിക്കാം. ദുൽഹിജ്ജ 9ാം ദിനത്തിലെ മലക്കുകൾ പ്രത്യക്ഷപ്പെടും, അള്ളാഹു അടുത്തേക്ക് വരും. നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ദിവസവുമില്ല അള്ളാഹു ഒരുപാട് പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം അത് അറഫ ദിനമല്ലാതെ. നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇത് നമ്മുടെ മൊമെന്റ് ആണ്, ഇത് നമ്മുടെ നിമിഷമാണ്. ആ ഒരു ദിവസത്തില് നോമ്പെടുത്തും ദിക്ർ ചൊല്ലിയും ദുആകൾ ചെയ്തു കഴിഞ്ഞുവിടാന്നുള്ളത്. സോ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നിങ്ങളെ എഴുതപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ നരകത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവരിൽ നിന്ന് നിങ്ങളുടെ പേര് അതിലുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എത്ര അനുഗ്രഹമാണെന്നുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇത് മിസ് ചെയ്യരുത്. ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ നമ്മൾ എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അത് മാത്രമല്ല ഉള്ളത്, അത് നമ്മൾ അള്ളാഹുലേക്ക് തിരിച്ചു പോവുക, നമുക്ക് ആ ഒരു ഗൈഡൻസ് ഹിദായത്ത് ഉണ്ടാവുക എന്നുള്ളതിലാണ്. നമ്മളുടെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ളതും വീണ്ടും വീണ്ടും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് മടങ്ങി പോകാനും അതിനൊക്കെ ഉള്ളതാണ് ഈ ഒരു 10 ദിവസം എന്ന് പറയുന്നത്. സോ വീണ്ടും പറയാണ്, ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. എല്ലാ ആഴ്ചകളെയും പോലെ ഈ ഒരു ആഴ്ച നിങ്ങൾ കളയരുത്.
ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഈ ഒരു 10 ദിവസം തീരുന്നതിന് മുമ്പേ നിങ്ങൾ എത്ര ബെറ്റർ ആയെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോവും. നമ്മൾ കുറച്ചായി തുടങ്ങുമ്പോൾ നമ്മൾ അതിൽ കൂടുതലേക്കേ നയിക്കുള്ളൂ. സോ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ കൂടുതൽ ചെയ്തു പോകും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് അവർക്കും കൂടെ ഉപകാരപ്പെടും. അവർക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾക്ക് നല്ല കൂലി കിട്ടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട. അസ്സലാമു അലൈക്കും.